ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, നാമം 45. ഓം ധാതുരുത്തമായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 45. ധാതുരുത്തമഃ. ധാതാവ് എന്നാൽ സൃഷ്ടികർത്താവ് എന്നർത്ഥം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായതുകൊണ്ട് ഭഗവാനെ ധാതുരുത്തമഃ എന്ന് പറയുന്നു. സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം ബ്രഹ്മാവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആ ബ്രഹ്മാവിനും താങ്ങായി വർത്തിക്കുന്നത് മഹാവിഷ്ണുവാണ്. യോഗനിദ്രയിലായിരുന്ന വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു ദിവ്യ പദ്മം ഉണ്ടായതായും ആ പദ്മത്തിൻ്റെ ഇതളുകൾ വിടർന്നപ്പോൾ അതിനുള്ളിൽ ബ്രഹ്മദേവൻ ആവിർഭവിച്ചതായും പുരാണങ്ങൾ വിവരിക്കുന്നു. ബ്രഹ്മാവിനും ആധാരമാക്കയാൽ ധാതുരുത്തമൻ എന്ന നാമം. ഈ ലോകം നിലനിൽക്കുന്നത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന അടിസ്ഥാനപരമായ 5 ധാതുക്കളെ കൊണ്ടാണ്. അവയെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു. പഞ്ചഭൂതാത്മകമായ മനുഷ്യ ശരീരത്തെ സചേതനമാക്കുന്നത് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ സപ്തധാതുക്കളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് അനാരോഗ്യം സംഭവിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ ഒന്നിച്ചു നിർത്തുവാൻ സഹായിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ ധാതു പരമാത്മാവായ മഹാവിഷ്ണു തന്നെയാണ്. സർവചരാചരങ്ങളിലും ഭഗവാൻ അന്തര്യാമിയായി അവയെ നിലനിർത്തുന്നു. ഈ സൂക്ഷ്മമായ ധാതു മറ്റു ധാതുക്കളിൽ വച്ച് ഉത്തമവും ശ്രേഷ്ഠവുമായതുകൊണ്ട് ഭഗവാനെ ധാതുരുത്തമൻ എന്ന് വിളിക്കുന്നു. ഉറങ്ങാൻ കിടന്നവരെ ഉറക്കം കഴിഞ്ഞ് ഉണർത്തുന്നതാരാണ്? ഉണർന്നതിന് ശേഷം അവരുടെ യഥാർത്ഥ ഭാവത്തിലേക്ക് തിരികെ ആരാണ് കൊണ്ടുവരുന്നത്? അവരുടെ ഓർമ്മശക്തി ആരാണ് പുനഃസ്ഥാപിക്കുന്നത്? രക്തസഞ്ചാരം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ മൗലികമായ ശാരീരിക പ്രവർത്തനങ്ങൾ മനുഷ്യനറിയാതെ തന്നെ നിരന്തരം ആരാണ് നടത്തുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമേ ഉള്ളൂ. എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമായ ധാതു ഭഗവാൻ തന്നെയാണ്. കാരണം എല്ലാ ഭൗതിക പദാർത്ഥങ്ങളുടെ ഉള്ളിലും ഭഗവാൻ ധാതുവായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനെ ധാതുരുത്തമഃ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഹരേ കൃഷ്ണ.